മംഗല്യത്താലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ഹരിയേട്ടാ, ഏത് ഫ്ലോറാണെന്ന് പറയാമോ? ഫദ്രി അവനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. താൻ എത്തിയോ ഇവിടെ? ഉവ്. ഹരി എവിടേക്ക് വരണമെന്നുള്ളത് ഫദ്രയോട് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് അമ്മയും മകളും കൂടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. മേജറായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു ആ ഫ്ലോറിൽ. അവർ ലിഫ്റ്റിൽ വന്നിറങ്ങിയ സ്ഥലത്ത് ഹരി കാത്തു നിൽപ്പുണ്ട്. ഹരിയേട്ടാ, ഭദ്ര അവൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ വന്നു. കഴിഞ്ഞിട്ടില്ലടോ. അതെയോ? വേറെന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ? ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, റിസൾട്ട് വരട്ടെ എന്ന്. കുഴപ്പമൊന്നും കാണില്ലെന്നേ. ഇല്ലെങ്കിൽ കണ്ടോളൂ. ആ, നോക്കാം. ടീച്ചർ എന്തിനായിരുന്നു വന്നത്? ഷോ, അവൻ മീര ടീച്ചറെ നോക്കി. സാരമില്ല മോനെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ രവീന്ദ്രനും അവിടേക്ക് വന്നു. മീരയും അയാളും തമ്മിൽ നേർക്കുനേർ നോക്കിയപ്പോൾ ഇരുമിഴികളും ഒന്ന് കോർത്തു വലിച്ചു. പെട്ടെന്ന് മീര ദൃഷ്ടി പിൻവലിച്ചു. മീര എന്തിനാ വന്നത്? തനിക്ക് ക്ഷീണമായിട്ടിരിക്കുന്നതല്ലേ? രവീന്ദ്രൻ ചോദിച്ചതും ഭദ്രയും ഹരിയും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛാ, ഞാൻ ടീച്ചറമ്മയോട് പറഞ്ഞതാണ് പോരണ്ടെന്ന്. പക്ഷെ കേൾക്കണ്ടേ, വന്നേ തീരൂ. ഹരി, ഒരു കാര്യം ചെയ്യാം. ഞാനും മീരയും കൂടി വീട്ടിലേക്ക് പോവാം. ഒന്നാമത് ഇയാളുടെ ബോഡി വീക്കാണ്. അറിയാലോ, BP പ്രോബ്ലം. അതിനിടയ്ക്ക് ഉറക്കം വെടിച്ചു നിന്നാൽ പിന്നെയും ക്ഷീണം കൂടുകയുള്ളൂ. ഓക്കെ അങ്കിൾ, അതാണ് നല്ലത്. എങ്കിൽ പിന്നെ അങ്കിളും ടീച്ചറും കൂടി പോയിക്കോളൂ. വേണ്ട വേണ്ട, ഒരുമിച്ച് പോകാം. ഞാനിപ്പോൾ ഓക്കെയാണ്. മീര അത് തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എടോ, താൻ പറയുന്നതനുസരിച്ചാൽ മതി. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ മീര? രവീന്ദ്രൻ മീരയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ അവർ ഒന്നും മിണ്ടാതെ നിന്നു. അമ്മേ, അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി വെറുതെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഭദ്രയും രവീന്ദ്രന് അനുകൂലമായിട്ടാണ് അവരോട് സംസാരിച്ചത്. ആ സമയത്ത് അവർക്കരികിലേക്ക് അനിരുദ്ധനും എത്തി. മീര ടീച്ചർ, എങ്ങനെയുണ്ടിപ്പോൾ? ടീച്ചറിൻ്റെ ഹെൽത്ത് ഓക്കെ ആയോ? കുഴപ്പമില്ല നീ. ഐശ്വര്യ എവിടെ? അവൾ അപ്പുറത്ത്, അവളുടെ ഡാഡിയും മമ്മിയും കൂടെയുണ്ട്. മീര തല കുലുക്കി. അങ്കിൾ പറയുമായിരുന്നു ടീച്ചറിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളാമെന്ന്. വെറുതെ എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഹരി പറഞ്ഞതും അനിരുദ്ധനും അത് ശരിവെച്ചു. അങ്ങനെ ഒടുവിൽ മീര എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി രവീന്ദ്രനോടൊപ്പം വീട്ടിലേക്ക് പുറപ്പെട്ടു. ടീച്ചർ പോകുവാണോ? അപ്പോഴാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം പോളേട്ടൻ കയറി വരുന്നത്. ആ, അമ്മ പോവാണ് പോളേട്ടാ. ഭദ്ര അയാൾക്ക് മറുപടി നൽകി. രവീന്ദ്രനെ അവിടെ കണ്ടതും പോളിനൊന്നും മനസ്സിലായില്ല. പോളിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഹരിക്ക് കാര്യം പിടികിട്ടി. പോളേട്ടാ, എല്ലാം പറയാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഹരി പിറുപിറുത്തതും അയാൾ തലയാട്ടി. മോളെ, ഞാൻ പോണോടാ. മീര പിന്നെയും ഭദ്രയെ നോക്കി. മറ്റാരുടെയും കൂടെ അല്ലല്ലോ, സ്വന്തം ഭർത്താവിനോടൊപ്പം അല്ലേ? ടീച്ചറമ്മ ചെല്ല്. വൈകാതെ തന്നെ ഞങ്ങളും എത്തിക്കോളാം. അങ്ങനെ അവർ ഇരുവരും യാത്ര പറഞ്ഞു പോയി. അതിനുശേഷം ഹരി പോളേട്ടനെയും കൂട്ടിക്കൊണ്ട് വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്നു. നടന്ന സംഭവങ്ങളൊക്കെ അയാളോട് അവൻ വിശദീകരിച്ചപ്പോൾ പോള് വല്ലാതെ ഞെട്ടിയിരുന്നു. സത്യമാണോ മോനെ? അതെ ഏട്ടാ. രവീന്ദ്രൻ സാറും മീര ടീച്ചറും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവരുടെ ഒരേയൊരു മകളാണ് ഭദ്രലക്ഷ്മി. എൻ്റെ കർത്താവേ, ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ആ കുട്ടി, അവൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനായിരുന്നു മോനെ അതിൻ്റെ മാനസികാവസ്ഥ? എന്തു പറയാനാ. എന്നിരുന്നാലും അവൾ ഹാപ്പിയാണെന്ന് തോന്നുന്നു. പക്ഷെ ടീച്ചർ അവളെ വളർത്തി വലുതാക്കിയിട്ട് ഒരിക്കൽ പോലും പെറ്റമ്മയാണെന്ന് പോലും പറയാൻ പറ്റാതെ എന്തോരം അനുഭവിച്ചു. ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ മകളായി ജനിച്ചിട്ട് ഭദ്ര ജീവിച്ച ചുറ്റുപാട്, അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാം ഓരോരോ വിധി, അങ്ങനെ പറയാം അല്ലേ പോളേട്ട? രണ്ടാളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭദ്ര കൂടി അവിടേക്ക് വന്നു. ബീനേച്ചിയും അമ്മച്ചിയുമൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ പോളേട്ട? അമ്മച്ചിക്ക് ഇന്നലെ മുതലേ ഒരു ചെറിയ ജലദോഷം, അതിൻ്റെ കുറച്ച് ക്ഷീണം. വേറെ പ്രശ്നമൊന്നുമില്ല മോളെ. ഹോസ്പിറ്റലിൽ കാണിച്ചോ അതോ? ഇല്ല മോളെ, നല്ലൊരു ചുക്ക് കാപ്പി കുടിച്ചാൽ അമ്മച്ചി ഓക്കെ ആവും.
പഴയ മണ്ണല്ലേ. അയാൾ ഒന്നും മന്ദഹസിച്ചു. ഐശ്വര്യ തന്നോട് എന്തെങ്കിലും സംസാരിച്ചോടോ? ഹരിയാണ്. ഇല്ലേട്ടാ. അനിയേട്ടൻ ഓരോന്നൊക്കെ ചോദിച്ചു. ആ, എന്നാൽ പിന്നെ പോളേട്ടാ, നേരം ഇത്രയായില്ലേ, ഏട്ടൻ തിരിച്ചു പോയിക്കോളൂ. എന്നിട്ട് നാളെ വന്നാൽ മതി. ഏയ്, അതൊന്നും സാരമില്ല മോനെ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോകാം. ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാമല്ലോ. ഭദ്രയും ഹരിയും ഒരുപാട് പറഞ്ഞുവെങ്കിലും പോള് വീട്ടിലേക്ക് പോകുവാൻ കൂട്ടാക്കിയില്ല. അയാളും അവരോടൊപ്പം നിന്നു. ഹരിയുടെ ഫോൺ ശബ്ദിച്ചപ്പോൾ അവൻ അതെടുത്തു നോക്കി. ഹലോ അങ്കിൾ. ആ മോനെ, ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഓക്കെ അങ്കിൾ. ടീച്ചർ ഓക്കെ ആണല്ലോ അല്ലേ? ആ, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. സർജറി കഴിയുമ്പോൾ മോനൊന്ന് വിളിക്കണം കേട്ടോ. ഓക്കെ അങ്കിൾ. അവൻ കോൾ കട്ട് ചെയ്തു. മെയിൻ ഡോർ തുറന്ന് രവീന്ദ്രൻ അകത്തേക്ക് കയറി. തിരിഞ്ഞു നോക്കിയപ്പോൾ മീര മടിച്ചു നിൽക്കുകയാണ്. അകത്തേക്ക് കയറുവാൻ നിനക്ക് താലപ്പൊലി വേണോടി? അയാൾ ഗൗരവത്തിൽ ചോദിച്ചതും മീരയുടെ മിഴികൾ സജ്ജലമായി. അതോ നിന്നെ നിലവിളക്കെടുത്ത് സ്വീകരിക്കണോ? വീണ്ടും അയാളുടെ ശബ്ദമുയർന്നു. രവിയേട്ടാ. കരഞ്ഞുകൊണ്ട് മീര അയാളെ നോക്കി. എന്താടി, ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? അതോ നീ മലയാളം പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളാണോ? രവിയേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീര പറഞ്ഞതും രവീന്ദ്രൻ്റെ നെഞ്ചും മിങ്ങി. രവിയേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോന്നത്. എൻ്റെ അവസ്ഥ അത് അത്രമേൽ ഭീകരമായിപ്പോയി. എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറ്. മീര അയാളെ നോക്കി പുലമ്പി. രവീന്ദ്രൻ മീരയുടെ ഇരു ചുമലിലും പിടിച്ചു. മീര. അയാൾ വിളിച്ചതും അവൾ ആ നെഞ്ചിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അത്രനാളും അടക്കിപ്പിടിച്ചിരുന്ന എല്ലാ സങ്കടങ്ങളും അണ പൊട്ടി ഒഴുകുന്ന നിമിഷമായിരുന്നു അത്. അതും അവളുടെ പ്രാണന്റെ നെഞ്ചിൽ. മീര, കരയാതെ. രവീന്ദ്രൻ ഒരുപാട് ആശ്വസിപ്പിക്കുവാൻ നോക്കിയെങ്കിലും എല്ലാം വിഫലമായി. തൻ്റെ സങ്കടം തീരുവോളം മീര അയാളുടെ നെഞ്ചിൽ കിടന്നു. ഈ വർഷം അത്രയും അവൾ അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും സങ്കടങ്ങളുമെല്ലാം അവൾ അയാളോട് പറയുകയാണ്. പോട്ടെ, വിഷമിക്കാതെ. എല്ലാം കഴിഞ്ഞുല്ലോ. നമ്മുടെ മകൾ ഹരിയുടെ കൈകളിൽ സുരക്ഷിതയാണ് മീര. അതുമാത്രം മതി. ഏറ്റവും മിടുക്കനാനവൻ. നമ്മളുടെ കുട്ടിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ്റെ ഉള്ളിൽ നിറയെ. നമുക്ക് സംഭവിച്ചതൊക്കെ നമ്മുടെ മുജ്ജന്മ പാപത്തിൻ്റെ ഫലം. അങ്ങനെ കരുതിയാൽ മതി. പിന്നീട് അവരുടെ രണ്ടാളുടെയും നിമിഷങ്ങളായിരുന്നു. ഏറെ നേരം ഇരുവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ഹരിയുടെ ഫോൺ കോൾ വീണ്ടും വന്നു. അമ്മയുടെ സർജറി കഴിഞ്ഞുവെന്നും കുഴപ്പമൊന്നുമില്ലെന്നും അമ്മ ചെറിയ മയക്കത്തിലാണെന്നുമൊക്കെ ഹരി അയാളോട് പറഞ്ഞു. ഹരിയേട്ടാ, അച്ഛൻ അമ്മയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ ആവോ? എനിക്ക് സത്യത്തിൽ പേടിയാവുക. ഭദ്ര ഹരിയെ നോക്കി ചോദിച്ചു. എടോ ഭദ്ര, നമ്മൾ രണ്ടാളും വീട്ടിൽ ചെല്ലുമ്പോൾ താൻ കണ്ടോളൂ, അങ്കിളും മീര ടീച്ചറും തമ്മിൽ സെറ്റായിട്ടുണ്ടാവും. ഏയ് ഇല്ല ഹരിയേട്ടാ, അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണെന്നേ. അതാണ് കൂടുതൽ പ്രോബ്ലം. പിന്നെ നിന്റെ അച്ഛനെ വെറുതെ നാടകം കളിക്കുന്നതടി. അല്ലാണ്ട് അങ്കിളിന് അത്രയ്ക്ക് ദേഷ്യമൊന്നുമില്ല. ഇന്ന് അവർ രണ്ടുപേരും മനസ്സ് തുറക്കും, നീ കണ്ടോ. ഹരിയുടെ വാക്കുകൾ അവൾക്ക് പ്രത്യാശ പകർന്നു. അത് കേൾക്കും തോറും അവൾക്ക് മെല്ലെ സമാധാനം വന്നു തുടങ്ങി. ഐഷയുടെ അച്ഛനും അമ്മയും പോകാൻ തുടങ്ങിയതും അവർ രണ്ടാളും എഴുന്നേറ്റ് ചെന്നു. ഹരി, ഞങ്ങൾ ഇറങ്ങുവാ. ഇനി നാളെ കാലത്തെ വരാൻ കേട്ടോ. ഓക്കെ അങ്കിൾ. ഹരി അയാളുടെ കയ്യിൽ പിടിച്ചു കുലുക്കി. വൈകാതെ അവർ ഇറങ്ങിപ്പോകുകയും ചെയ്തു. അനിയേട്ടാ, ഏട്ടനും പൊയ്ക്കോളൂ. ഞാനും ഭദ്രയും ഉണ്ടല്ലോ ഇവിടെ. ഏയ്, അത് വേണ്ട ഹരി, ഞാൻ നിന്നോളാം, നിങ്ങൾ ചെല്ല്. അങ്ങനെ ഒടുവിൽ പറഞ്ഞ് ഹരിയും അനിയും അവിടെ നിൽക്കുകയായിരുന്നു. ഐശ്വര്യ, റൂം എടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയിക്കോളൂ. ഞാനും ഏട്ടനും കൂടി ഇവിടെ നിന്നോളാം. ഹരി ഭദ്രയെയും ഐശ്വര്യയെയും നോക്കി പറഞ്ഞു. ഐശ്വര്യയാണെങ്കിൽ ആരോടും മറുത്തൊന്നും പറയാതെ അങ്ങനെ തന്നെ ഇരുന്നു. അനിരുദ്ധൻ മൗനം പാലിച്ചത് അവളെ ഒരുപാട് സങ്കടത്തിലാക്കി. ഭദ്ര പിന്നീട് പ്രത്യേകിച്ച് അവളെ വിളിക്കാനും തുനിഞ്ഞില്ല. എല്ലാവരും അവിടെ ഇരുന്നു. മീര ഉണർന്നു വന്നപ്പോൾ രവീന്ദ്രൻ അരികിലില്ലായിരുന്നു. അവർ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും രവീന്ദ്രൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രവിയേട്ടൻ എഴുന്നേറ്റിട്ട് ഒരുപാട് നേരമായോ? ഏയ് ഇല്ലടോ, 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ.
ഉം, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കോഫി എടുക്കാം കേട്ടോ. ആ, ധൃതിയൊന്നുമില്ല മീര, പതുക്കെ സാവധാനം മതിയെന്നേ. മീര തലേദിവസം ഓർഫനേജിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് വാഷ്റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഇറങ്ങി വരികയും ചെയ്തു. എന്നിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് രവീന്ദ്രൻ ഹരിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മീര കോഫിയുമായി ചെന്നപ്പോഴും രവീന്ദ്രൻ ഹരിയോട് സംസാരിക്കുകയാണ്. രവിയേട്ടാ, ഹരി എന്തു പറഞ്ഞു? പ്രധാനപ്പെട്ട ഡോക്ടേഴ്സൊക്കെ കാലത്തേ എത്തും. അവർ കണ്ടിട്ട് എന്താണ് പറയുന്നത് നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. മീര അയാൾക്ക് കോഫി കൊടുത്തിട്ട് അരികിലായി കിടന്ന ഒരു കസേരയിലിരുന്നു. എനിക്ക് ഓർഫനേജിലേക്ക് ഒന്ന് പോകണമല്ലോ രവിയേട്ടാ. പോകാം. എന്നിട്ടോ? അവിടുത്തെ കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ അത് നോക്കുന്നത് ഞാനാണ്. ഇനി തുടർന്നും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മീര, തനിക്കിപ്പോൾ ആരോഗ്യപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. തൻ്റെ ഹെൽത്ത് ഓക്കെ ആയ ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ താൻ എങ്ങനെ അവിടെ നിൽക്കുന്നു? അതൊന്നും ഞാൻ അനുവദിച്ചു തരില്ല. മറ്റാരെയെങ്കിലും നോക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഇങ്ങനൊരാളെ കിട്ടുക എന്നൊക്കെ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആയിരിക്കാം. പക്ഷെ മീര, തൻ്റെ കാര്യങ്ങളിൽ എനിക്കും കൂടി ഇനി ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോൾക്കും. മാഡത്തിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണല്ലോ. നമുക്ക് ഹരിയോടും അനിരുദ്ധനോടും കൂടി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പോരെ? ആ, മീര തലകുലുക്കി. ഉച്ചയായപ്പോഴായിരുന്നു മഹാലക്ഷ്മി റൂമിലേക്ക് മാറ്റിയത്. അതിനു മുന്നേ തന്നെ മക്കൾ രണ്ടാളും ചെന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചു. ബയോപ്സി റിസൾട്ട് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ആ ഡോക്ടറും പറഞ്ഞത്. മഹാലക്ഷ്മിക്ക് ഇടയ്ക്കൊക്കെ സർജറി ചെയ്ത ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ അത് കുറയ്ക്കാൻ വേണ്ടി ഇഞ്ചക്ഷനും മെഡിസിനും ഒക്കെ കൊടുത്തു. പിന്നീട് അങ്ങോട്ട് അവർ മയക്കത്തിലായിരുന്നു. ഐശ്വര്യയോടും അനിയോടും വീട്ടിലേക്ക് പോയിട്ട് വരാൻ ഹരി ആവശ്യപ്പെട്ടതിന് പ്രകാരം അവർ രണ്ടാളും മംഗലത്ത് വീട്ടിലേക്ക് പോയി. ഭദ്രയും ഹരിയും അമ്മയുടെ അടുത്ത് നിന്നു. തുടരും.